നമ്മുടെ നാടുകളിലൊക്കെയും മാംസത്തിനും മറ്റുമായി ആടിനെയും കോഴിയെയും പോത്തിനെയുമൊക്കെ വളർത്തി അതുവഴി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പാമ്പിനെ വളർത്തി അതുവഴി കോടികൾ വരെ സമ്പാദിക്കുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുമെങ്കിലും സംഭവം സത്യമാണ്. സോ ഇന്നത്തെ വീഡിയോ സ്നേക്ക് വില്ലേജ് അല്ലെങ്കിൽ പാമ്പ് ഗ്രാമമെന്നൊക്കെ അറിയപ്പെടുന്ന ചൈനയിലെ സിസിഗ്വ എന്ന ഗ്രാമത്തെക്കുറിച്ചാണ്. ചൈനയിലെ സിജിയാങ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഗ്രാമപ്രദേശമാണ് സിസിഗ്വ. ഈ ഒരു ഗ്രാമത്തെ സ്നേക്ക് വില്ലേജ് എന്ന മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ തൊഴിലെന്ന് പറയുന്നത് പാമ്പിനെ വളർത്തി അവയെ വിൽപ്പന ചെയ്യുക എന്നതാണ്. വർഷാവർഷം കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഇത്തരത്തിൽ സമ്പാദിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ 1000 വീടുകളാണുള്ളത്. ഇതിൽ ഓരോ വീട്ടിലും ഏകദേശ കണക്കുകൾ പ്രകാരം 30,000-ഓളം പാമ്പുകളെ വളർത്തിവരുന്നു. ഒറ്റകൊത്തിൽ 20 പേരുടെ ജീവനെടുക്കുവാൻ ശേഷിയുള്ള രാജവെമ്പാലകൾ കൂടാതെ ഇന്ത്യൻ മൂർഖൻ, വൈപ്പർ സ്നേക്ക് തുടങ്ങിയ കൊടൂര വിഷമുള്ള പാമ്പുകളെയാണ് വിൽപ്പനയ്ക്കായി ഇവർ വളർത്തിവരുന്നത്. ഇതിലും കൊടൂര വിഷമുള്ള പല പാമ്പുകളും ഇക്കൂട്ടത്തിലുണ്ടെന്നത് മറ്റൊരു സത്യാവസ്ഥയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഗ്രാമത്തെ സ്നേക്ക് വില്ലേജ് എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. ഗ്രാമത്തിലെ കുട്ടികൾ പോലും യാതൊരുവിധ പേടിയുമില്ലാതെ പാമ്പുകളോടൊപ്പം ഇടപഴകി വരുന്നു. എന്നാൽ എന്തിനാണ് ഇവർ ഇത്തരത്തിൽ പാമ്പിനെ വളർത്തുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം ആൾക്കാർ പാമ്പിന്റെ ഇറച്ചിക്കായും തോലിനും വേണ്ടി മാത്രം മാർക്കറ്റുകളിൽ വിൽക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാർ പാമ്പുകളുടെ വിഷത്തെ മാർക്കറ്റുകളിൽ വിൽക്കുന്നു. ചില കൊടിയ വിഷമുള്ള പാമ്പുകളുടെ 1 ലിറ്റർ വിഷം കോടിക്കണക്കിന് രൂപയാണ് വില വരുന്നത്. അതായത് കൊടൂര വിഷമുള്ള പാമ്പിന്റെ 1 ലിറ്റർ വിഷം ഏകദേശം 3 മുതൽ 5 കോടിയോളം രൂപ വരെ വിൽക്കപ്പെടുന്നു. ഇതിനാലൊക്കെയാണ് ഗ്രാമത്തിലുള്ളവർ രാജവെമ്പാലകൾ പോലെയുള്ള അപകടകാരികളായ പാമ്പുകളെ വളർത്തിവരുന്നത്. കൂടാതെ പാമ്പിന്റെ ഇറച്ചി കൊണ്ടുള്ള വിഭവങ്ങൾ ചൈനയിൽ വൻ ഡിമാൻഡാണ്. നമ്മൾ ചിക്കൻ കറി, മട്ടൻ കറിയൊക്കെ വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്നത് പോലെയാണ് ചൈനക്കാർ പാമ്പ് സൂപ്പ്, പാമ്പ് ഫ്രൈ, പാമ്പ് ഗ്രേവി പോലെയുള്ള വിഭവങ്ങൾ കഴിക്കുന്നത്. കൂടാതെ പാമ്പിന്റെ വിഷം ക്യാൻസർ പോലെയുള്ള പല ചികിത്സാ മരുന്നുകളിലും ചേർക്കപ്പെടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചൈനയിലെ പല മാർക്കറ്റുകളിലും പാമ്പിന് ഇത്രമാത്രം ഡിമാൻഡ്. മരപ്പെട്ടികളിലും കണ്ണാടി കൂടുകളിലുമിട്ടാണ് ഇവറ്റകളെ വളർത്തുന്നത്. ഏകദേശ വളർച്ചയെത്തുമ്പോൾ തന്നെ ഇവറ്റകളെ വിൽപ്പനയ്ക്കായി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഇവറ്റകളുടെ വിഷം എടുത്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുക. മാർക്കറ്റിലെത്തുന്ന പാമ്പിന്റെ തോലുരിഞ്ഞ ശേഷം അവയെ വെട്ടിനുറുക്കി ഇറച്ചിയാക്കുകയാണ് ചെയ്യുക. ശേഷം അവയുടെ തൊലി ഉപയോഗിച്ച് മറ്റു ചിലർ ബാഗ് പോലെയുള്ള പ്രോഡക്റ്റുകളും മറ്റും ഉണ്ടാക്കി വിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ആരായിരിക്കാം സിസിഗ്വ എന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് പാമ്പ് കൃഷി തുടങ്ങിവെച്ചത് എന്നായിരിക്കാം. അതിനുള്ള ഉത്തരമാണ് യാങ് ഹാങ് ചാങ് എന്ന ഈ വ്യക്തി. തൻ്റെ 18ാമത്തെ വയസ്സിൽ മുതുകിന് മുകളിലായി വലിയൊരു ഇഞ്ചുറി പറ്റുകയാണ്. ഒരുപാട് ഡോക്ടർമാരെ ഇദ്ദേഹം കാണിച്ചുവെങ്കിലും യാതൊരുവിധ മാറ്റവും വന്നില്ല. അവസാനമായി പ്രായമായ ഒരു സീനിയർ ഡോക്ടറെ ഇദ്ദേഹം കാണുകയും തൻ്റെ അസുഖത്തെപ്പറ്റി വിവരിക്കുകയും ചെയ്തു. കാര്യം മനസ്സിലാക്കിയ ഡോക്ടർ ഉടൻ തന്നെ അദ്ദേഹത്തോട് പാമ്പിനെ കഴിച്ചാൽ മാത്രം മതി, താങ്കളുടെ അസുഖം മാറുമെന്ന് പറയുകയാണ്. ഉടൻ തന്നെ ഇദ്ദേഹം പാമ്പിനെ കറിവെച്ച് കഴിക്കുകയും ഏകദേശം 6 മാസത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാവുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷമാണ് പാമ്പിന്റെ വിഷം മനുഷ്യന് ആപത്താണെങ്കിലും മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവൻ വരെ രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇതിന് ശേഷമാണ് ഇദ്ദേഹം പാമ്പ് കൃഷിയിലേക്ക് തിരിയുന്നത്. എന്നാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹം ഗ്രാമത്തിലെ വലിയൊരു പണക്കാരനായി മാറുകയാണ്. യാങ് ഹോങ്ങിന്റെ ഈ ഉയർച്ച കണ്ടതിന് ശേഷമാണ് ഗ്രാമത്തിലുള്ള മറ്റാൾക്കാരും പാമ്പ് കൃഷിയിലേക്ക് വരുന്നത്. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ തന്നെ സിസിഗ്വ എന്ന ഈ ഒരു ഗ്രാമം സ്നേക്ക് വില്ലേജ് എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുവാനും തുടങ്ങി.